ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു ബീഫ് കട്ട്ലേറ്റ് ആണ്. അപ്പോൾ വീഡിയോ കുറച്ചൊന്ന് ലെങ്തി ആണ്, കാരണം ഇത് കട്ട്ലേറ്റ് ഇതുവരെ സക്സസ് ആവാത്തവർക്ക് കൂടി വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ കട്ട്ലേറ്റ് ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വീഡിയോ താല്പര്യമുള്ളവരൊന്ന് മുഴുവനായിട്ട് കണ്ടു നോക്കി ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് കട്ട്ലേറ്റ് ഉണ്ടാക്കാനായി ഞാൻ അര കിലോ ഉരുളക്കിഴങ്ങ് ഇതുപോലെ കുക്കറിലിട്ടിട്ട് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് വേവിച്ചെടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഫസ്റ്റ് ടൈമൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ കുക്കറിലല്ലാതെ വേവിക്കുന്നതായിരിക്കും നല്ലത്. പ്രത്യേകം ശ്രദ്ധിക്കുക, തൊലി കളയാതെ വേവിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. കാരണം ഇതിൽ വെള്ളത്തിൻ്റെ അംശം ഒരുപാട് വരില്ല. നമ്മളിത് തൊലിയോട് കൂടിയിട്ട് വേവിച്ചെടുത്തതിന് ശേഷം തൊലി മാറ്റിയെടുത്താൽ മതി. എന്നിട്ട് നമുക്കിത് ചൂടോട് കൂടി തന്നെ ഒന്ന് ഉടച്ചെടുക്കാം. ചൂടോട് കൂടിയാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഉടച്ചെടുക്കാനായിട്ട് പറ്റും. കുക്കറിൽ ഞാനിപ്പോൾ 3 വിസിലാണ് ഇത് വേവാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നിങ്ങളുടെ കുക്കറിനനുസരിച്ച് ചിലപ്പോൾ മാറ്റം ഉണ്ടാവും. അതുപോലെ ഉരുളക്കിഴങ്ങിൻ്റെ വലിപ്പത്തിനനുസരിച്ച് മാറ്റം ഉണ്ടാവും. നിങ്ങൾ 2 വിസിലൊക്കെ വന്നതിന് ശേഷം തുറന്ന് നോക്കിയാൽ മതി കുക്കറിലാകുമ്പോൾ. എന്നിട്ട് വെന്തിട്ടില്ലെങ്കിൽ ഒന്നുകൂടി വേവിച്ചെടുക്കുക. അപ്പോൾ നന്നായിട്ട് തന്നെ ഉടച്ചെടുക്കുക. ഇതുപോലെ ഗ്ലാസ് വെച്ചിട്ടോ അല്ലെങ്കിൽ മാഷർ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് നന്നായിട്ട് ഉടച്ചെടുക്കുക. അപ്പോൾ നമ്മുടെ കട്ട്ലേറ്റിൻ്റെ മെയിൻ ഒരു ഘടകം ഈ ഒരു ഉരുളക്കിഴങ്ങ് കണ്ടില്ലേ, ഇതുപോലെ നല്ല കട്ടിയിൽ കിട്ടണം. അതാണ്. ഇതിലൊരുപാട് വെള്ളം വന്നു കഴിഞ്ഞാൽ കട്ട്ലേറ്റ് ശരിയാവില്ല. ഇനി നമുക്ക് ഇതിലേക്കുള്ള ബീഫ് ഒന്ന് വേവിച്ചെടുക്കാം. ഞാനിവിടെ ഒരു 250 ഗ്രാം ബീഫാണ് എടുത്തിട്ടുള്ളത്. ഇതിൽ കൂടുതൽ ചേർത്താൽ നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ ഞാനിപ്പോൾ 250 ഗ്രാമാണ് ചേർക്കുന്നത്. അതിലേക്ക് 1.5 ടേബിൾ സ്പൂണോളം മുളക് പൊടിയും അതുപോലെ തന്നെ ഒരു 1/4 സ്പൂണ് മഞ്ഞൾപ്പൊടി, പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ്, ഇത് 3 കൂടി ചേർത്തിട്ട് നമുക്കൊരു അര ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കാം. ഒരു 5-6 വിസിൽ വരുമ്പോഴത്തേക്ക് ഇത് നന്നായിട്ട് വെന്ത് വരും. ഇതിവിടെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി തണുത്തതിന് ശേഷം മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തിട്ട് നമുക്ക് മാറ്റി വെക്കണം. ഇനിയിപ്പം ബീഫ് കട്ട്ലേറ്റ് അല്ല, ചിക്കൻ ആണെങ്കിൽ സെയിം പോലെ തന്നെ ചിക്കന് വേവിച്ചെടുത്താൽ മതി. നമുക്കിതിലേക്കുള്ള സവാളയൊക്കെ ഒന്ന് വഴറ്റിയെടുക്കാം. ഒരു 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒന്ന് ചൂടാകുമ്പോൾ അതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ 2 മീഡിയം സൈസിലുള്ള സവാള ചെറുതായിട്ട് അരിഞ്ഞത് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്തിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ വഴറ്റിയെടുക്കുമ്പോൾ ഒരിക്കലും അടച്ച് വെച്ച് വഴറ്റിയെടുക്കരുത്, അതിൽ ഒരുപാട് വെള്ളം ഇറങ്ങി വരും. അതുകൊണ്ട് തുറന്ന് വെച്ച് വഴറ്റുക. പിന്നെ നമ്മൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള പച്ചമുളക്, ഒരു 2 പച്ചമുളക് ഞാൻ ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് വേണം. ഒരു 10 അല്ലി വെളുത്തുള്ളിയും അതുപോലെ തന്നെ 1 ഇഞ്ച് നീളത്തിലുള്ള ഇഞ്ചിയുടെ പീസും കൂടി ചതച്ചെടുത്തതാണ്. അതുകൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ ഇതിൽ വെള്ളമൊന്നും ഇല്ലാതെ നല്ല ഡ്രൈ ആയിട്ട് വേണം വഴറ്റി എടുക്കുന്ന സമയത്ത്. നമുക്കിതിലേക്ക് വേവിച്ചിട്ട് നമ്മൾ മിക്സിയുടെ ജാറിൽ ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന ബീഫ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ ചിക്കൻ ആണെങ്കിലും സെയിം രീതിയിൽ വേവിച്ചിട്ട് ക്രഷ് ചെയ്തിട്ട് ചേർത്ത് കൊടുത്താൽ മതി. നമ്മൾ നേരത്തെ വേവിച്ച് മാഷ് ചെയ്ത് വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഉരുളക്കിഴങ്ങ് കണ്ടില്ലേ, നല്ല സെറ്റായിട്ടാണ് നിൽക്കുന്നത്. ഇതുപോലെ വേണം നമുക്ക് ഉരുളക്കിഴങ്ങ് എപ്പോഴും കട്ട്ലേറ്റിന് കിട്ടാനായിട്ട്, അല്ലെങ്കിൽ നമ്മുടെ കട്ട്ലേറ്റ് ശരിയായിട്ടുണ്ടാവില്ല. ഇതിപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതിലേക്ക് ആവശ്യത്തിന് കുറച്ച് ഗരം മസാലയും അതുപോലെ തന്നെ 1 സ്പൂണോളം കുരുമുളക് പൊടിയും കുറച്ച് മല്ലിയിലയും, പിന്നെ ഞാൻ ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു, അത് വീഡിയോയിൽ വിട്ടുപോയതാണ്. ഉപ്പും കൂടി ചേർത്തിട്ട് നല്ലപോലെ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്കിത് തണുക്കാനായിട്ട് മാറ്റി വെക്കാം. അപ്പോൾ നമ്മുടെ കട്ട്ലേറ്റിൻ്റെ മിക്സ് ഇവിടെ തണുത്ത് വന്നിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് കയ്യിൽ കുറച്ച് എണ്ണ തടവിയിട്ട് ഓരോരോ ബോൾസ് ആക്കിയിട്ട് എടുക്കുക. എന്നിട്ട് ഒന്നങ്ങ് ഷേപ്പ് ചെയ്തതിന് ശേഷം കൈൻ്റെ അടിയിൽ വെച്ച് ഒന്നങ്ങ് പരത്തി കൊടുത്താൽ മതി. കണ്ടില്ലേ, നല്ല കട്ട്ലേറ്റിൻ്റെ ഷേപ്പിലായി വന്നോളും. അപ്പോൾ ഇതുപോലെ തന്നെ ബാക്കിയുള്ളത് കൂടി ചെയ്തെടുക്കാം. അപ്പം ഞാൻ മുഴുവൻ കട്ട്ലേറ്റിൻ്റെ ഷേപ്പിലാക്കി. ഇതുപോലെ ബ്രെഡ് ക്രംസ് എടുത്ത് വെച്ചിട്ടുണ്ട്. ബ്രെഡ് ക്രംസ് വാങ്ങിക്കാനായിട്ട് കിട്ടും, അല്ലെങ്കിൽ നമ്മൾ വീട്ടിൽ ബ്രെഡ് ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയിട്ട് മിക്സിയുടെ ജാറിൽ പൊടിച്ചെടുത്താൽ മതി. 2 മുട്ടയുടെ വെള്ള ഭാഗം മാത്രമാണ് ഞാൻ എടുക്കുന്നത്. മുട്ടയുടെ മഞ്ഞ മാറ്റുന്നുണ്ട്. അപ്പോൾ മഞ്ഞ കൂടി ചേർക്കുകയാണെങ്കിൽ നമ്മളിത് ഫ്രൈ ചെയ്യുന്ന സമയത്ത് എണ്ണയിൽ ബബിൾസ് വരും, അതിനാണ് മഞ്ഞ ഭാഗം ഒഴിവാക്കുന്നത്. ഇനി അതിലേക്ക് അല്പം ഉപ്പും അതുപോലെ തന്നെ കുരുമുളക് പൊടി ഇട്ടിട്ട് ഫോർക്ക് വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക.
ഇനി നമുക്ക് ഓരോരോ കട്ട്ലേറ്റ് എടുത്തിട്ട് ഈ ഒരു മുട്ടയുടെ മിക്സിലേക്ക് മുക്കിയെടുക്കുക. അതിന് ശേഷം നമുക്ക് ബ്രെഡ് ക്രംസ് കൊണ്ട് ഒന്ന് കോട്ട് ചെയ്ത് കൊടുക്കാം. അപ്പം ബ്രെഡ് ക്രംസിൽ ആ ഒരു സെയിം കൈ വെച്ച് ചെയ്യുന്നതിൽ നല്ലത്, ഞാൻ എപ്പോഴും പറയാറുണ്ട്, നല്ല ഡ്രൈ ആയിട്ടുള്ള മറ്റേ കൈ വെച്ചിട്ടാണ് ഞാൻ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇങ്ങനെയാകുമ്പോൾ നമുക്ക് നല്ല ഈസി ആയിട്ട് റെഡിയാക്കി എടുക്കാം. അല്ലെങ്കിൽ നമ്മുടെ കയ്യിലെ മുട്ടയുടെ നനവ് കൊണ്ട് കുറേ ബ്രെഡ് ക്രംസ് നമ്മുടെ കയ്യിൽ ഒട്ടിപ്പിടിക്കും. അപ്പോൾ ഞാനിത് സെക്കൻഡ് കോട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ കൊടുക്കണമെന്ന് നിർബന്ധമില്ല, കുറച്ചുകൂടി ഒരു ഭംഗിയായിരിക്കും. ഇതുപോലെ സെക്കൻഡ് കോട്ട് ഒരു പ്രാവശ്യം കൂടി മുട്ടയിൽ മിക്സ് ചെയ്തിട്ട് അതിന് ശേഷം ബ്രെഡ് ക്രംസ് കൊണ്ടൊന്ന് കോട്ട് ചെയ്തെടുത്താൽ നല്ലൊരു ഭംഗിയായിരിക്കും കട്ട്ലേറ്റൊക്കെ കാണാനായിട്ട്. അപ്പോൾ ഞാൻ മുഴുവനായിട്ട് സെക്കൻഡ് കോട്ടൊന്നും കൊടുത്തിട്ടില്ല, 2-3 എണ്ണത്തിന് മാത്രമേ അങ്ങനെ സെക്കൻഡ് കോട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ കണ്ടില്ലേ, ഇതുപോലെ തന്നെ ബാക്കിയുള്ളതൊക്കെ റെഡിയാക്കി എടുക്കാം. അപ്പം നമുക്ക് ഇതിങ്ങനെ തന്നെ സിപ്പ് ലോക്ക് ബാഗിൽ വെച്ചിട്ട് ഫ്രീസറിൽ സൂക്ഷിക്കാം. എന്നിട്ട് ആവശ്യത്തിനനുസരിച്ച് ഫ്രൈ ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഞാനിപ്പോൾ ഇത് മുഴുവനായിട്ട് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ബ്രെഡ് ക്രംസൊക്കെ കോട്ട് ചെയ്യലൊക്കെ റെഡിയായി കഴിഞ്ഞു. ഇനി നമുക്ക് എണ്ണയിലിട്ടൊന്ന് ഫ്രൈ ചെയ്യാം. നല്ല ഹൈ ഫ്ലെയിമിൽ ചൂടായ എണ്ണ പിന്നീട് മീഡിയം ഫ്ലെയിമിലേക്ക് ആക്കിയിട്ടാണ് കട്ട്ലേറ്റ് ഇട്ട് കൊടുക്കുന്നത്. ഒരുപാട് ഫ്ലെയിം കൂട്ടി വെക്കാനും പാടില്ല, അതുപോലെ കുറച്ച് വെക്കാനും പാടില്ല. അപ്പോൾ നമ്മുടെ കട്ട്ലേറ്റ് പൊട്ടിപ്പോവും. അപ്പോൾ പൊട്ടിപ്പോകാനുള്ള ഒരു കാരണം അതാണ്. അതുപോലെ തന്നെ നമ്മളിത് ഒരു സൈഡ് നല്ലൊരു കളറായതിന് ശേഷം വേണം തിരിച്ചിട്ട് കൊടുക്കാനായിട്ട്, അല്ലെങ്കിലും പൊട്ടിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഉരുളക്കിഴങ്ങും പ്രത്യേകം ശ്രദ്ധിക്കുക, ഉരുളക്കിഴങ്ങ് വേവിക്കുന്ന സമയത്ത്. അപ്പോൾ ഇതൊക്കെ നമ്മളൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ ഉണ്ടാക്കിയെടുക്കാം. ഒരുപാട് കുക്കാവേണ്ട ആവശ്യമൊന്നുമില്ല. ഇതുപോലെ നല്ലൊരു കളറായി കഴിഞ്ഞാൽ നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. അപ്പോൾ ചിലരൊക്കെ ചോദിക്കാറുണ്ട്, ഇത് ഷാലോ ഫ്രൈ ചെയ്താൽ പോരെയെന്ന് കട്ട്ലേറ്റ് ചെയ്യുന്ന സമയത്ത്. അപ്പോൾ എപ്പോഴും ഇതുപോലെ ഡീപ്പ് ഫ്രൈ ചെയ്യുമ്പോഴാണ് അതിൻ്റെ കറക്റ്റ് ആ ഒരു ടെക്സ്ചറും ടേസ്റ്റും കാണാനും നല്ല ഭംഗിയായിരിക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. കട്ട്ലേറ്റ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്യുന്ന സമയത്ത് ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. അതുപോലെ ചാനൽ ഇഷ്ടമായാലും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വരുമ്പോഴേക്കും താങ്ക് യു.